Good morning, dear friends. Now we are going to discuss about action research. What is action research? Action research is a process for studying problems scientifically to make decisions for improving their current practices. Stephen M. Corey has applied this concept first time in education. Action research എന്ന് പറയുമ്പോൾ ഇസ് എ പ്രോസസ് ഫോർ സ്റ്റഡിയിങ് പ്രോബ്ലംസ് സയൻറ്റിഫിക്കലി ടു മേക്ക് ഡിസിഷൻ ഫോർ ഇംപ്രൂവിങ് ദെയർ കറൻറ്റ് പ്രാക്ടീസസ്. അതായത് നമ്മുടെ പ്രോബ്ലംസ്, അതായത് പ്രോബ്ലംസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ റിസർച്ച് ഉപയോഗിക്കുന്നത്. കൂടുതലും ഇത് പ്രൊഫഷണൽസാണ് ഉപയോഗിക്കുന്നത്. അതായത് സ്കൂളിലെ പ്രശ്നങ്ങളെ പറ്റി, പ്രോബ്ലംസിനെ പറ്റി പഠിക്കാനും, അതുപോലെ ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തി അതവിടെ നടപ്പിലാക്കാനും, ആ സൊല്യൂഷൻ എന്താണോ അത് നടപ്പിലാക്കുകയും കൂടി ചെയ്യുകയാണ്. അതായത് ടു ഡു ഇൻ ആക്ഷൻ ചെയ്യാണ് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. മേക്ക് ഡിസിഷൻ ഫോർ ഇംപ്രൂവിങ് ദെയർ കറൻറ്റ് പ്രാക്ടീസസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടീച്ചിങ്ങിൽ കുട്ടിക്ക് പഠനത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ, അതിൽ ടീച്ചിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് റിസർച്ചിലൂടെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അതെങ്ങനെ മാറ്റണം. അപ്പോൾ നമ്മൾ ആ ടീച്ചിങ്ങിലുള്ള ആ ഒരു പ്രോബ്ലം മാറ്റി, അതായത് അതിലുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് മാറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ കുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. സ്റ്റീഫൻ എം കോറി ഹാസ് അപ്ലൈഡ് ദിസ് കോൺസെപ്റ്റ് ഫസ്റ്റ് ടൈം ഇൻ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ്, characteristics of action research. It is process of studying practical problems of education. It is a scientific procedure for finding out a practical solution of current problems. Practitioner can only study his problems. It is a personal research or clinical research work or local research. The focus is to improve and modify the current practices. The individual and group problems are studied by action research. It is a process of studying practical problems of education. ഞാൻ പറഞ്ഞല്ലോ, അതായത് എഡ്യൂക്കേഷണൽ ഫീൽഡിലുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് പലപ്പോഴും ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്, ആക്ഷൻ റിസർച്ച് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ഔട്ട് എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഓഫ് കറൻറ്റ് പ്രോബ്ലംസ്. അതായത് സ്പെസിഫിക് ഇപ്പോൾ ഉള്ള പ്രോബ്ലം, ഇപ്പോൾ നടക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കണം അത്. അല്ലാതെ പണ്ടെന്നോ ഡിറ്റക്ട് ചെയ്തൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ ഇപ്പോൾ പുറപ്പെടുന്ന പോലെയല്ല. അതായത് നമ്മളുടെ കറൻറ്റ് പ്രാക്ടീസസിൽ, അതായത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നു, ആ പ്രോബ്ലത്തെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻ നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്നു. അതാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. പ്രാക്ടീഷണർ ക്യാൻ ഓൺലി സ്റ്റഡി ഹിസ് പ്രോബ്ലംസ്. ആ പ്രാക്ടീഷണർക്ക് മാത്രമേ ആ പ്രോബ്ലം സ്റ്റഡി ചെയ്യാൻ കഴിയുള്ളൂ. ഇറ്റ് ഈസ് എ പേഴ്സണൽ റിസർച്ച് ഓർ ക്ലിനിക്കൽ റിസർച്ച് വർക്ക് ഓർ ലോക്കൽ റിസർച്ച്. ഇതൊരു പേഴ്സണൽ റിസർച്ച്, അതായത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇൻഡിവിജ്വലാണ് ആ റിസർച്ച് ചെയ്യേണ്ടത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ ഫോക്കസ് ഈസ് ടു ഇംപ്രൂവ് മോഡിഫൈ ദ കറൻറ്റ് പ്രാക്ടീസസ്. ഫോക്കസ് എന്തിനായിരിക്കണം, നമ്മുടെ കറൻറ്റ് പ്രാക്ടീസസിൽ എന്തോ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണല്ലോ അവിടെ നമുക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അവിടെയായിരിക്കണം നമ്മളുടെ ഫോക്കസ്, റിസർച്ചിൻ്റെ ഫോക്കസ്. ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് പ്രോബ്ലംസ് ആർ സ്റ്റഡീഡ് ബൈ ആക്ഷൻ റിസർച്ച്. Then next is steps of action research. First is identification of the problem. As like any research, ഏതൊരു റിസർച്ചിനെയും പോലെ ഫസ്റ്റ് എന്താണ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലം. സെക്കൻഡ് ഈസ് ഡെഫിനിഷൻ ആൻഡ് ഡീലിമിറ്റിംഗ് ദ പ്രോബ്ലം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ആൻഡ് ഡീലിമിറ്റിംഗ് ദ പ്രോബ്ലം. മൂന്നാമത്തത് അനലൈസിങ് ദ കോസസ് ഓഫ് ദി പ്രോബ്ലം. അനലൈസിങ് ദ കോസസ് ഓഫ് ദ പ്രോബ്ലം. പ്രോബ്ലത്തിൻ്റെ കാരണങ്ങൾ അനലൈസ് ചെയ്യുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. നെക്സ്റ്റ് ഈസ് formulating the action hypothesis. That is very important step. First is identification of the problem, second is definition and delimiting the problem, third one is analyzing the causes of the problem, and fourth one is formulating the action hypothesis. Then
ഇത്രയാണ് നമ്മൾ സ്റ്റെപ്സ് ഓഫ് ആക്ഷൻ റിസർച്ചിൽ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. ഏതൊരു റിസർച്ചിനെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. സെക്കൻഡ് വൺ ഈസ് ഡെഫിനിഷൻ ആൻഡ് ഡീലിമിറ്റിംഗ് ദ പ്രോബ്ലം. ഡിഫൈൻ ചെയ്യുക, പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യുക, ഇന്നതാണ് പ്രോബ്ലം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ദെൻ ഡീലിമിറ്റിംഗ് ദ പ്രോബ്ലം, അതായത് പ്രോബ്ലത്തെ നമ്മൾ ഡീലിമിറ്റ് ചെയ്യണം. അത് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ദെൻ അനലൈസിങ് ദ കോസസ് ഓഫ് ദ പ്രോബ്ലം, അതായത് ഈ പ്രോബ്ലത്തിനും ഒരുപാട് കാരണങ്ങളാണ് ഉണ്ടാവുക. ഈ കാരണങ്ങൾ തന്നെയാണ് എന്തായി മാറുന്നത്, ആക്ഷൻ റിസർച്ച് ഹൈപ്പോത്തിസിസായി മാറുന്നത്. നെക്സ്റ്റ് ഈസ് ഡിസൈൻ ഫോർ ടെസ്റ്റിംഗ് ദ ആക്ഷൻ ഹൈപ്പോത്തിസിസ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദെൻ കൺക്ലൂഷൻ ഓഫ് ആക്ഷൻ റിസർച്ച്. ഇത്രയാണ് അതിൽ പറയുന്നത്. ഇനി ഓരോ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. A teacher should be sensitive towards job activities. The problem is to be isolated from the broad field. An investigator must realize or identify the seriousness of the problem. ഒരു teacher should be sensitive towards job activities. അതായത് ഒരു ടീച്ചർ എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കണം ജോബ് ആക്ടിവിറ്റീസിനോട്. അതായത് നമ്മളിപ്പോൾ ഏത് ജോബ് ചെയ്യുകയാണെങ്കിലും നമുക്കതിലൊരു സിൻസിയറിറ്റി വേണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നെങ്കിലും അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടെന്ന് ആവശ്യമില്ല. ആ പ്രോബ്ലം അങ്ങനെ എക്സിസ്റ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ടീച്ചർക്ക് എന്താ ആവശ്യമില്ല, ആക്ഷൻ റിസർച്ച് ആവശ്യമില്ല. ആ പ്രോബ്ലത്തെ ക്ലാരിഫൈ ചെയ്ത്, ആ പ്രോബ്ലത്തെ ഇല്ലായ്മ ചെയ്ത് നമ്മളുടെ ആ ഓൺഗോയിങ് കണ്ടീഷനെ നല്ല സ്മൂത്ത് ആക്കണം എന്ന് തോന്നുന്ന ഒരു ടീച്ചർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ആക്ഷൻ റിസർച്ച് ചെയ്യാൻ കഴിയുള്ളൂ. ദ പ്രോബ്ലം ഈസ് ടു ബി ഐസൊലേറ്റഡ് ഫ്രം ദ ബ്രോഡ് ഫീൽഡ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഡു ഐസൊലേറ്റ് ദ പ്രോബ്ലം. അതായത് കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും നമുക്ക്, പക്ഷെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തി ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐസൊലേറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് എ ബ്രോഡ് ഫീൽഡ് അല്ലേ. സ്കൂളെന്ന് പറഞ്ഞാലും പരിസരം എന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എല്ലാ പ്രോബ്ലത്തിനും നമുക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കാനൊന്നും കഴിയില്ല, അത് തീർക്കാനും കഴിയില്ല. അപ്പോൾ എന്നാലും നമ്മൾ ബ്രോഡ് ഫീൽഡിൽ ഏറ്റവും എഫക്റ്റ് ചെയ്യുന്ന, കുട്ടികളുടെ സ്റ്റഡീസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലത്തെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. ദെൻ ആൻ ഇൻവെസ്റ്റിഗേറ്റർ മസ്റ്റ് റിയലൈസ് ഓർ ഐഡൻറ്റിഫൈ ദ സീരിയസ്നെസ് ഓഫ് ദ പ്രോബ്ലം. ഇൻവെസ്റ്റിഗേറ്റർക്ക് അറിയാൻ കഴിയണം, റിയലൈസ് ചെയ്യാൻ കഴിയണം, ഐഡൻറ്റിഫൈ ദ സീരിയസ്നെസ് ഓഫ് ദ പ്രോബ്ലം. ദെൻ ഡെഫിനിഷൻ ആൻഡ് ഡീലിമിറ്റിംഗ് ദ പ്രോബ്ലം. എന്താണ് ഡെഫിനിഷൻ്റെ? ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം ഇറ്റ് ഷുഡ് ബി ഡിഫൈൻഡ് സോ ദാറ്റ് ആക്ഷൻ ആൻഡ് ഗോൾ മേ ബി സ്പെസിഫൈഡ്. നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് എന്താണ് പ്രോബ്ലം എന്നുള്ളൊരു ഹെഡിങ്ങിലൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. സോ ദാറ്റ് ആക്ഷൻ ആൻഡ് ഗോൾ മേ ബി സ്പെസിഫൈഡ്. എന്നാൽ മാത്രമേ നമ്മളുടെ ആക്ഷൻ എന്താണെന്നും എന്ത് അച്ചീവ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ദ ഡീലിമിറ്റേഷൻ മീൻസ് ടു ലോക്കലൈസ് ദ പ്രോബ്ലം, അതായത് ഇൻ ടേംസ് ഓഫ് ക്ലാസ്, സബ്ജക്റ്റ്, ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഇൻ വിച്ച് എ ടീച്ചർ പെർസീവ്സ് ദ പ്രോബ്ലം. അതായത് ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രോബ്ലത്തെ നമ്മൾ അതായത് അതിന് ഏരിയ നമ്മൾ ഇത് ചെയ്യണം, ഡീലിമിറ്റ് ചെയ്യണം. അതായത് വലിയ ഏരിയ ആയിരിക്കും, ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്ന പ്രോബ്ലം ആയിരിക്കും, പക്ഷേ നമുക്ക് ആക്ഷൻ റിസർച്ച് ചെയ്യാൻ പറ്റില്ല. അത് സ്പെസിഫിക് ക്ലാസ് അല്ലെങ്കിൽ ഏജ്, അതായത് 7 to 8 വയസ്സ് വരെയുള്ള കുട്ടികളിലുണ്ടാകുന്ന, അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ, അങ്ങനെ നമ്മൾ ഏത് 8th C അല്ലെങ്കിൽ 8th A 8th B അങ്ങനെ നമുക്ക് ക്ലാസ് സ്പെസിഫൈ ചെയ്യാൻ കഴിയണം. പിന്നെ സബ്ജക്റ്റ്, ഏതെങ്കിലും പ്രത്യേക സബ്ജക്റ്റിലാണെങ്കിൽ അത്, ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ അങ്ങനെയൊക്കെ ടീച്ചർ ആ പ്രോബ്ലത്തെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ കഴിയണം. അനലൈസിങ് ദ കോസസ് ഓഫ് ദ പ്രോബ്ലം. The nature of causes is also analyzed, whether it is under the control or beyond the control of the researcher. Analyzing the causes of the problem. നമ്മൾ പറഞ്ഞു കാരണങ്ങൾ തന്നെയാണ് അതിൻ്റെ ഹൈപ്പോത്തിസിസ് ആയിട്ട് വരുന്നതെന്ന്. അപ്പോൾ the nature of causes is also analyzed. അതിൻ്റെ കാരണങ്ങളുടെ ഒരു സ്വഭാവം നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. whether it is under the control or beyond the control of the researcher. നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോബ്ലം നമ്മളുടെ കൺട്രോളിൽ വരുന്നതാണോ, നമ്മളുടെ ഏരിയയിൽ നിന്ന് തിരഞ്ഞെടുത്താൽ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ദിസ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ദ ആക്ഷൻ ഹൈപ്പോത്തിസിസ്. ഇങ്ങനെ നമ്മളുടെ ആ ഒരു പ്രോബ്ലത്തെ അനലൈസ് ചെയ്യുമ്പോൾ, ആ നാച്ചർ ഓഫ് കോസസിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ഷൻ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ എളുപ്പമായി തീരുക. അതായത് ആ കാരണം നമ്മളുടെ കൺട്രോളിൽ നിന്നുകൊണ്ട് നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് ആ ഹൈപ്പോത്തിസിസ് കറക്റ്റ് ആവുകയുള്ളൂ, ആക്ഷൻ റിസർച്ചും കറക്റ്റ് ആവുകയുള്ളൂ. നെക്സ്റ്റ് ഈസ്
Formulating the action hypothesis. The basis of or formulation of action hypothesis are the causes of the problem. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഫോർമുലേഷൻ ഓഫ് ആക്ഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ കോസസ് ഓഫ് ദ പ്രോബ്ലം ആണ്, വിച്ച് ആർ അണ്ടർ ദ അപ്രോച്ചസ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ. അത് ഇൻവെസ്റ്റിഗേറ്റർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഇതിൽ ഉള്ളതായിരിക്കണം. Then the statement of action hypothesis consists of two aspects. അതായത് ആക്ഷൻ ഹൈപ്പോത്തസിസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ട് ആസ്പെക്റ്റിൽ കറക്റ്റ്. ഒന്ന് ആക്ഷൻ, ഒന്ന് ഗോൾ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ we do the action for correcting the problem. Then goal, we have to achieve the goal. Then it indicates that the action should be taken for അച്ചീവിങ് ദ ഗോൾ. അതായത് നമ്മളെടുക്കുന്ന ആക്ഷൻ അച്ചീവ് ചെയ്യാൻ, അതായത് ആ പ്രോബ്ലം ക്ലാരിഫൈ ചെയ്ത് ആ പ്രോബ്ലം ഇല്ലാതാക്കാൻ, അതാണ് പ്രോബ്ലം ഇല്ലാതാക്കാനാവുമല്ലോ നമ്മളുടെ ഗോൾ. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പ്രാപ്തമായിരിക്കണം നമ്മളുടെ ആക്ഷൻ. Then design for testing the action hypothesis. The design is developed for testing the most important action hypothesis. Then some actions may be taken and their results are observed. നമ്മൾ കുറച്ച് ആക്ഷൻസ് എടുക്കുന്നു, അതിൻ്റെ റിസൾട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഇൻ ആക്ഷൻ റിസർച്ച് വൺ ഹൈപ്പോത്തസിസ് ഇസ് ടെസ്റ്റഡ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു ഹൈപ്പോത്തസിസ് മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയുള്ളൂ. ദ ഡിസൈൻ ഫോർ ആക്ഷൻ റിസർച്ച് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി ഡിസൈൻഡ് അറ്റ് എനി ടൈം അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ഓഫ് ദ റിസർച്ച്. ആക്ഷൻ റിസർച്ച് ഫ്ലെക്സിബിളാണ്, ഏതൊരു റിസർച്ചർക്കും അതുപോലെ ഏതൊരു ടീച്ചർക്കും എപ്പോഴും വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, ഫ്ലെക്സിബിളാണ്. ഡിസൈൻഡ് അറ്റ് എനി ടൈം അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ഓഫ് ദ റിസർച്ച്. റിസർച്ചറുടെ കൺവീനിയൻ്റ് അനുസരിച്ച് അത് നമുക്ക് ഡിസൈൻ ചെയ്യാം, ഡിഫൈൻ ചെയ്യാം, എല്ലാം നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. Conclusion of action research. Accepting action hypothesis leads to draw some conclusions. Then the statement's conclusion indicates some prescription for the practical problem in school or classroom. Accepting action hypothesis leads to draw some കൺക്ലൂഷൻസ്. അതായത് ആക്ഷൻ ഹൈപ്പോത്തസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ലീഡ്സ് ടു ഡ്രോ സം കൺക്ലൂഷൻ. നമ്മൾ ഹൈപ്പോത്തസിസിൽ എപ്പോഴും ഒന്നുകിൽ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ആക്ഷൻ ഹൈപ്പോത്തസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലീഡ്സ് ടു ഡ്രോ സം കൺക്ലൂഷൻസ്. അപ്പോൾ അവിടെ ഒരു ഉത്തരം, ഒരു കൺക്ലൂഷൻ അതിലുണ്ടായിരിക്കും. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺക്ലൂഷൻ ഇൻഡിക്കേറ്റ് സം പ്രിസ്ക്രിപ്ഷൻ ഫോർ ദി പ്രാക്ടിക്കൽ പ്രോബ്ലം ഓഫ് സ്കൂൾ ഓർ ക്ലാസ് റൂം. The conclusion are useful in modifying and improving the current practices of school and classroom teaching. അതായത് കൺക്ലൂഷൻ ആർ യൂസ്ഫുൾ ഇൻ മോഡിഫൈയിങ് ആൻഡ് ഇംപ്രൂവിങ് ദ കറണ്ട് പ്രാക്ടീസസ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇംപ്രൂവിങ് ദ കറണ്ട് പ്രാക്ടീസസ് ഓഫ് സ്കൂൾ ആൻഡ് ക്ലാസ് റൂം ടീച്ചിങ്. അപ്പോൾ നമ്മളൊരു ആക്ഷൻ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ കറണ്ട് പ്രാക്ടീസസിനെ, അതായത് ടീച്ചിങ്ങിലായാലും വേറെ ഏതൊരു പ്രോബ്ലത്തെ റെക്ടിഫൈ ചെയ്യാനാണ് ഉണ്ടാക്കിയതെങ്കിലും അതിനെ ഓവർകം ചെയ്ത് ആ പ്രോബ്ലത്തെ, ആ കറണ്ട് പ്രാക്ടീസസിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം എന്നാണ് ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, താങ്ക് യു.